വെൽക്കം ബാക്ക് ടു എ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നതാണ്. എവിടെയാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ ഞാൻ വയ്യേ പറഞ്ഞുതരാം. അപ്പം നമ്മൾ സെയിം ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ടെർമിനലിൽ തന്നെയുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്, അതുകൊണ്ട് എയർപോർട്ട് ഇപ്രാവശ്യം കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം. ഇപ്രാവശ്യമെങ്കിലും ലോഞ്ച് കയറാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ രണ്ടാളും ഒറ്റയ്ക്ക് മാത്രമല്ല, നമ്മളെ കൂടെ റീൻ്റെ ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പം നമ്മളിതൊരു കപ്പിൾസ് ട്രിപ്പാണ്. അപ്പൊ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പാക്കേജ് ഇല്ലാതെയാണ് ഈ ട്രിപ്പ് പോയത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് പോയത്, എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ പോയ 1-2 സ്ഥലങ്ങളും കൂടി ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുന്നതാണ്. നമ്മളെ ഫ്ലൈറ്റ് എത്തിയിട്ട് കുറച്ച് സമയം ഡിലേ ആയി. അപ്പോൾ ഗൈസ്, ബാംഗ്ലൂരിലെ 4 hours ജേർണിക്ക് ശേഷം നമ്മളെ ഡെസ്റ്റിനേഷനായ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളെ ക്യാബ് ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പം മാള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി. അപ്പം മാള് പറഞ്ഞ പോലെ പക്ഷേ ക്യാബല്ല, നമ്മൾ തന്നെ വണ്ടി എടുത്തിട്ടാണ് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു പുറം കൺട്രിയിൽ വണ്ടി ഓടിക്കാന്നുള്ളതും എങ്ങനെ വണ്ടി എടുക്കാന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇനി പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മൾ പാക്കേജ് ഒന്നും ഇല്ലാതെ ഒറ്റക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊരു സിം മാൻഡേറ്ററി ആണ്. ആ സിം എങ്ങനെ എടുക്കാന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഓൺലൈനായിട്ടാണ് ഇവിടെ സിം ബുക്ക് ചെയ്തിട്ടുള്ളത്. തായ്ലൻഡിൽ ക്ലൂക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് സിം ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം എയർപോർട്ടിന് പുറത്ത് വന്നാൽ ഇവരുടെ കൗണ്ടർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആ സിം ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പാസ്പോർട്ട് മാത്രം ഇവിടെ കാണിച്ചു കൊടുത്താൽ മതി. ഒരു 10 days ഒക്കെ വാലിഡിറ്റി ഉള്ള സിം ആയിരിക്കും അത്. അതിൽ കൂടുതലുള്ളതും അവിടെ ഉണ്ടാകും. ഈ സിമ്മാണ് എടുത്തത്. 50 GB ഇവർ തന്നെ ആക്ടിവേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലൂക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ വന്ന് ബുക്ക് ചെയ്യുമ്പോൾ 5 daysനേക്ക് 399 ബാത്ത് എന്നാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര 600 സോ ശരിക്കും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ക്ലൂക്കിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് എല്ലാവർക്കും ചെറുങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഈ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് വാങ്ങി കഴിക്കാന്ന് വിചാരിച്ചു. കാരണം ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പട്ടായക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഒരു ഓൾമോസ്റ്റ് 3 hours ഉണ്ടാവും. നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ച്. ഇതിപ്പോ എയർപോർട്ടിന്റെ അകത്ത് തന്നെയാണ്, പക്ഷെ ഇമിഗ്രേഷൻ കൗണ്ടറിന്റെ ഒക്കെ പുറത്തായിട്ട് എത്തും. അതുകൊണ്ട് റേറ്റ് എയർപോർട്ട് റേറ്റ് ആയിരിക്കില്ല, അത് നോർമൽ ഉള്ള കടയിലുള്ള റേറ്റ് ആയിരിക്കും ഇവിടെയുള്ള സാധനങ്ങൾക്ക്. ഈ സാധനം തിരിഞ്ഞതാണ് ജാക്ക്ഫ്രൂട്ട്, നമ്മളെ പഴുത്ത ചക്കേന്റെ ചുള ഉണക്കിയത്. എത്രയാണ്? 142 ബാത്ത്. അങ്ങനെ ചെറിയൊരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനമൊക്കെ വാങ്ങി ഇവിടെ കിട്ടുന്നത്. എന്താന്നൊക്കെ കഴിച്ചു നോക്കിയാൽ അറിയാം. ഇപ്പൊ സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 4:30ക്ക് ലാൻഡ് ചെയ്തതാണ്. പക്ഷേ ഈ എമിഗ്രേഷൻ പ്രൊസീജിയറും TDSC അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഏകദേശം 7:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാർ എടുക്കേണ്ട കൗണ്ടറിലേക്ക് പോകണം. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ നമ്മൾ കാറിന്റെ ടീമിന്റെ ഓഫീസിലെത്തി. അതായത് എയർപോർട്ടിനകത്ത് തന്നെയാണ്. ഇതും നമ്മൾ ക്ലൂക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. അവരുടെ ബഡ്ജറ്റ് എന്നാണ് ഈ ടീമിന്റെ പേര്. അതുപോലെ തന്നെ ഇവര് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മൾ സപ്പോർട്ടിനായിട്ട് വിളിക്കേണ്ട നമ്പറൊക്കെ ഇവർ കാണിച്ചു തരും, എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായാല്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഇൻഷുറൻസ് എടുക്കാൻ കഴിയും. അത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇവർ ഇവിടെ നിന്നാണ് നമ്മളോട് പറഞ്ഞത് ആക്സിഡന്റ് ക്ലെയിമിന് വേണ്ടിയുള്ള ഇൻഷുറൻസ്. അതാകുമ്പോൾ വണ്ടി എന്ത് സംഭവിച്ചാലും ഇൻഷുറൻസിന്റെ കവറേജിൽ ഇവർ നമ്മളൊന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതുകൂടി ആഡ് ചെയ്തു. അങ്ങനെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നമ്മൾ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. വണ്ടി അവർ ഇവിടെ കൊണ്ടുവരും അവരുടെ പാർക്കിംഗ് ലോട്ടിന്ന്. അപ്പം കുറച്ച് അഗ്രിമെന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി തരുന്ന സമയത്ത് അവർ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ വണ്ടിക്ക് ഇപ്പോൾ ഉള്ള ഡാമേജസ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ നമ്മളും വണ്ടീൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു എവിടെയൊക്കെ ഡാമേജ് ഉള്ളതെന്നുള്ളത്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വണ്ടി വന്നു. നമ്മളൊരു ഹാച്ച് ബാക്ക് ആണ് ബുക്ക് ചെയ്തത്, പക്ഷെ എന്തോ റീസൺ അറിയില്ല, നമുക്ക് കിട്ടിയത് ഒരു സെഡാൻ ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തു. അങ്ങനെ ഇപ്പൊ ഏകദേശം സമയം 10 മണിയായി. എല്ലാവർക്കും വീണ്ടും വിശന്നു തുടങ്ങി. പിന്നെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ നിർത്തിയിട്ടുള്ളത് 7-Eleven എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. 7-Eleven കുറിച്ച് പറയാനാണെങ്കിൽ തായ്ലൻഡിൽ വന്നവർക്കും അതുപോലെ വരാനിരിക്കുന്നവർക്കും അറിയാവുന്നതാണ്. അതായത് നമുക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഭക്ഷണങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ഒരു പ്ലേസ് ആണ് 7-Eleven. അതായത് റെഡി ടു ഈറ്റ് ഫുഡ് ഉണ്ടാവും. നമുക്കത് അവിടുന്ന് വാങ്ങാം, അവരവിടുന്ന് തന്നെ ചൂടാക്കി തരും. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ കഴിയും.
അപ്പം പല വ്ളോഗർമാരുടെ വീഡിയോയിൽ കണ്ട ഏതോ ഒരു ഡ്രിങ്കും ആള് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ആ ഡ്രിങ്കിന് പറയുന്നത് ചോക്ലേറ്റ് ബനാന മിൽക്ക് എന്നാണ്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഐസൊക്കെ നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് നമ്മൾ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം കൗണ്ടറിലേക്ക് കൊണ്ടു കൊടുത്താൽ അവരത് ബില്ലായിക്കോളും എന്തൊക്കെയാ നമ്മൾ എടുത്തത് നോക്കിയിട്ട്. അപ്പൊ തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഓർത്തു വെക്കേണ്ട അടുത്തൊരു പോയിന്റ് ഇതാണ് 7-Eleven. നമുക്ക് അത്യാവശ്യം നല്ല ഫുഡ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും. നമ്മൾ ഇതല്ലാതെ ഒന്ന് രണ്ട് ബർഗറും ചീസ് ടോസ്റ്റ് ഇതൊക്കെയാണ് വാങ്ങിയത്. ബർഗറൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, പോർക്ക്, ഫിഷ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. താല്പര്യം പോലെ വാങ്ങും ഓരോരുത്തർ. 7-Elevenൽ കുറേ വീഡിയോസിൽ കണ്ട ബനാന ചോക്ലേറ്റ് മിൽക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. കിട്ടുന്നില്ലേ? ഒരു ബബിൾ ഗം ഫ്ലേവർ. നല്ലോണം ചോക്ലേറ്റ്. നീ വെറുതെ ആ ബനാന കുടിച്ചോക്ക്. കുടിച്ചെങ്ങനെയുണ്ട്? ചീസ് ടോസ്റ്റ് അടിപൊളി. ഇല്ല, നമ്മളൊരു ബർഗറാണ് വാങ്ങിയത്. അല്ല, ഇത് ചീസ് കേക്ക് പോലെ ഉണ്ടാവില്ലേ ബർഗർ. ഇതാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ യാത്ര തുടങ്ങി. ഇനി നമ്മൾ പട്ടായ ഓൺ ദ വേ ആണ്. പട്ടായക്കൊരു 40 കിലോമീറ്റർ എത്തുന്നതിന് മുന്നേ ആണ് നമുക്ക് ടൈഗർ ടോപ്പിയ, പല വീഡിയോസ് എല്ലാവരും കാണുന്ന പോലെ നമ്മളെ ടൈഗർ പാർക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ ഏകദേശം അതിനടുത്ത് എത്താനായി. ഇവിടെ ഇഷ്ടം പോലെ ടൈഗർ പാർക്കുകൾ ഉണ്ട്. പക്ഷെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇവിടെ എന്തൊക്കെയോ കുറച്ച് ആക്ടിവിറ്റീസ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ടൈഗർ പാർക്ക് തന്നെ ചൂസ് ചെയ്തത്. ടൈഗർ മാത്രമല്ല, ഇവിടെ നമുക്ക് ക്രോക്കഡൈൽ ഷോ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ എന്തോ നമുക്കത് കാണിച്ചില്ല. പക്ഷെ ഇവിടെ വന്നാൽ അവർ ചോദിച്ചു നിങ്ങൾ ഓൺലൈനിലാണോ ബുക്ക് ചെയ്തത്, നമ്മളല്ലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് തന്നെ ടിക്കറ്റ് എടുത്തു. അപ്പൊ നമ്മളങ്ങനെ 4000 ബാത്ത് കൊടുത്തിട്ട്, അതായത് ഒരാൾക്ക് 1000 രൂപ, 4000 ബാത്ത് കൊടുത്തൊരു കോംബോ ടിക്കറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു പോക്കായിട്ട് നമുക്കിവിടെ കോംബോ ടിക്കറ്റ് അല്ലാതെ ഇൻഡിവിജ്വൽ ടിക്കറ്റ് എടുക്കാൻ കഴിയും. അതായത് ടൈഗറിന്റെ കൂടെ മാത്രം ഫോട്ടോ എടുക്കാൻ, അതുപോലെ ക്രോക്കഡൈൽ ഷോ മാത്രം കാണാൻ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ബേബി ടൈഗറിന് പാല് കൊടുക്കാം, അതിന്റെ കൂടെ കളിക്കാം, അതിനെ പിടിച്ചിട്ട് നടക്കാം, ടൈഗറിന്റെ കൂടെയുള്ള വാക്ക്, അതുപോലെ തന്നെ സിംഹത്തിന്റെ കൂടെയുള്ള വാക്ക്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മളൊരു 3-4 പ്രോഗ്രാം ഒരുമിച്ചുള്ള ഒരു കോംബോ എടുത്തുകൊണ്ടാണ് നമുക്ക് 1000 രൂപക്കായത്. നമ്മൾ ഇൻഡിവിജ്വൽ ടിക്കറ്റ് എടുക്കുന്നതാണെങ്കിൽ അതിന് മേലെ പോകും നമുക്ക് റേറ്റ്. അങ്ങനെ നമ്മൾ ഇവരുടെ ബഗ്ഗിയിൽ ഈ ടൈഗറിനൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ഓരോ കൂടിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുറെ ടൈഗർ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോയത് ഇതിന്റെ ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്കാണ്, ഫോട്ടോ വിത്ത് ടൈഗർ. അപ്പൊ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ ഫോട്ടോ വിത്ത് ടൈഗർ മാത്രമല്ല, ഫോട്ടോ വിത്ത് ലയണും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിൽക്കുന്ന സമയത്തൊന്നും ആരും ലയണിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നില്ല. എന്താന്നറിയില്ല, അതൊക്കെ ലയണൊക്കെ ഫീമെയിൽ ആയിരുന്നു. ഈ കാണുന്നതിന്റെ അകത്ത് കയറിയിട്ട് അങ്ങ് എൻഡിലുള്ള ടൈഗറിന്റെ കൂടെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഇതിന്റെ അകത്ത് തന്നെയാണ് സിംഹവും അതുപോലെ തന്നെ വേറെ കടുവകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ പേടിയാവും, കാരണം വളരെ ചെറിയൊരു ചെയിൻ കൊണ്ടാണ് ഇതിനൊക്കെ കെട്ടിയിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഫോഴ്സ് ചെയ്താൽ തന്നെ പൊട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്താന്നറിയില്ല, അവരുടെ ട്രെയിനിങ് ആയിരിക്കും. കുറച്ച് അനുസരണയോടെ നിൽക്കുന്നുണ്ട് കടുവകളൊക്കെ. ഓരോരുത്തർ ഇതുപോലെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ കുറച്ച് പേടിയുണ്ടെങ്കിലും അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഈ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ നമ്മുടെ 1000 റുപ്പീസിന്റെ പാക്കേജിൽ ആഡഡ് ആണ്. അങ്ങനെ ടൈഗറിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വന്നത് ക്രോക്കഡൈൽ ഷോ കാണാനാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഷോ അവതരിപ്പിക്കുന്ന ആളെത്തി. ഒരു 5 മുതലേ ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്, വെള്ളത്തിലും അതുപോലെ ആ കരയിലൊക്കെ ആയിട്ട്. ഈ മുതലേനെ കാണുമ്പോൾ നമുക്ക് തന്നെ സംശയമാണ് ഇതിനൊക്കെ ജീവൻ ഉണ്ടോന്ന്. കാരണം ഒരു അനക്കവും ഇല്ല. അയാൾ എത്ര വെള്ളം തെറിപ്പിച്ചിട്ടും ചില മുതലൊക്കൊന്നും ഒരു അനക്കവും ഇല്ല. അവസാനം അയാൾ തന്നെ അതിനെയൊക്കെ വലിച്ച് കരയിലേക്ക് കയറ്റുന്നത് കണ്ടു. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. അങ്ങനെ മുതലകളൊക്കെ കരയിൽ കയറി സെറ്റായി. അങ്ങനെ ഷോ ആരംഭിച്ചു. ഇങ്ങനെ ഒരു ഷോ നാട്ടിലൊന്നും ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോ ഈ ഷോയില് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെയാണ്: മുതലയുടെ വായിൽ കൈയിടുക, അതിനുശേഷം അതിന്റെ വായിലേക്ക് തലയിടുക, അങ്ങനെയൊക്കെയാണ്.
ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സംശയം ഇവരെങ്ങനെ ഇതിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളത്. കാരണം അതിന്റെ വായിലൊക്കെ കൈയെടുത്താണ് ഇത്രയും അതിനെ പിടിച്ച് വലിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് തിരിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ചില സമയത്ത് ശക്തിയായിട്ട് വായ അടക്കി കടിക്കാനും ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും റിസ്ക് ആയിട്ട് തോന്നിയത് ഇവർ ഇതിന്റെ വായിലേക്ക് തലയിടുന്നതാണ്. കാരണം കൈയൊക്കെ ഓക്കെ നമുക്ക് പിന്നെയും ജീവൻ രക്ഷപ്പെടുന്നു വിചാരിക്കാം. പക്ഷെ തലയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. എന്തായാലും റിസ്ക് ആണ് ഇവർ ചെയ്യുന്നത്. ഇതാ ഈ ഒരു സീൻ അയാൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഓഡിയൻസ് ഫുള്ള് സൈലന്റ് ആയി. അതുവരെ നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഓഡിയൻസ് ആയിരുന്നു. ക്രൗഡ് മൊത്തം സൈലന്റ്, കാരണം എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ഷോ ഏകദേശം ഒരു 15 to 30 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഷോ കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. നമ്മളെ പാക്കേജിൽ അതും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പേടി ഉണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് നമ്മളും ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോസ് മാത്രമല്ല വീഡിയോസും ഉണ്ടായിരുന്നു. അവർ നമ്മുടെ വീഡിയോയും ഫോട്ടോ രണ്ടും കൂടി എടുത്തു തന്നു. കുറച്ച് പേടിച്ചിട്ടാണ് അവിടെ നിന്നത്, കാരണം പുറകിലൊക്കെ വേറെയും മുതലേ ഉണ്ടായിരുന്നു. ആദ്യം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ മാളു അത്യാവശ്യം നമ്മളൊക്കെ എടുത്തത് കണ്ടപ്പം ധൈര്യം സംഭരിച്ച് മാളു ഇറങ്ങി. ക്രോക്കഡൈൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഇവിടെ കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പേയ്മെന്റ് ചെയ്തിട്ട് അതിനെ എടുത്തിട്ട് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാം. അവിടെ നമ്മളെ ശരീരത്തിലൊക്കെ വെച്ച് തരും. അതിങ്ങനെ ശരീരത്തിലൂടെ മൂവ് ചെയ്യാം, നമുക്ക് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. വിഷമൊന്നും ഇല്ലാത്തതായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും കൂളായിട്ട് അതിനിങ്ങനെ വെച്ച് തരുന്നത്. അതല്ലാതെ കൂട്ടിലും വേറെ 1, 2, 3 എണ്ണത്തിനെ കണ്ടിരുന്നു. അങ്ങനെ ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകണം. ഇനി നമുക്ക് ഇവിടെ ഒരു ടൈഗറിന്റെ ഒരു ഷോ കൂടി ബാക്കിയുണ്ട്. കാരണം ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ടൈഗർ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ പല സ്ഥലത്തായിട്ട് ടൈഗറിന് ഇങ്ങനെ പൂട്ടിയിട്ടത് കാണുന്നുണ്ട്. ചെറുതിലേ ഇങ്ങനെ അല്ലേ ഇതുപോലെ ഇതെല്ലാം ഇവിടെ എന്താ പറയാ ലാസ്റ്റ് ടൈം വരെ ഉണ്ടാവും. അങ്ങനെ ഷോർട്ട് ടൈം ആവാനായി. അപ്പൊ നമ്മൾ അതിന്റെ അകത്തേക്ക് കയറി. ആദ്യമായിട്ട് കയറുന്ന നമ്മളാണ്, ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ കടുവേന്റെ ട്രെയിനർ വന്നു. പിന്നെ കടുവകൾ ഓരോന്നായി വന്നു തുടങ്ങി. കടുവകൾ തന്നെ കുറച്ചൊന്നുമല്ല, ഒരു 5-6 എണ്ണം തന്നെ ഒരുമിച്ച് ആദ്യം തന്നെ വന്നു. ശരിക്കും കാണുന്ന നമുക്ക് തന്നെ പേടിയാവും. കാരണം ഇത്രയും കടുവകളുടെ ഇടയിൽ ഇവരിങ്ങനെ നിൽക്കുന്നത്. ട്രെയിനിങ് ചെയ്തുകൊണ്ടായിരിക്കും. ചില സമയത്ത് കടുവകൾ അഗ്രസീവ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എനിക്ക് കാണാൻ കഴിയും. അതേസമയം തന്നെ ഇയാൾ പറയുന്നതെല്ലാം അത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് വീഡിയോയില് ഞാൻ നേരത്തെ പറയുന്നുണ്ട് തായ്ലൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. അപ്പൊ ഇനി അങ്ങോട്ട് വീഡിയോയിൽ ഞാൻ അതാന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ക്ലൂക്ക് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും നോക്കി റെഡിയാക്കി വെച്ചിരിക്കണം തായ്ലാൻഡിൽ പോകുമ്പോൾ. കാരണം ക്ലൂക്കിൻ്റെ അകത്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത്. അതായത് നമുക്കൊരു പോയിന്റിലുള്ള ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ആ ടൂറിസ്റ്റ് പ്ലേസിലെ ടിക്കറ്റ് ക്ലൂക്കിൽ ബുക്ക് ചെയ്യാം. ക്ലൂക്കിൽ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം മുന്നേ ബുക്ക് ചെയ്യണം. നാളെയാണ് നിങ്ങൾ ആ സ്ഥലത്ത് പോകുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സിം കാർഡ് ബുക്ക് ചെയ്തത് ക്ലൂക്ക് വഴിയാണ്. ക്ലൂക്ക് വഴി പല സിമ്മിൻ്റെ ഇതും ഉണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് അതിൽ ഏറ്റവും വില കുറഞ്ഞത് ഡാറ്റ നോക്കി അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളവിടെ റെന്റിന് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അതിനും ഇതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് വണ്ടി അതുപോലെ റേറ്റ് ഇതൊക്കെ നോക്കി നമുക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, അതായത് IDP എന്ന് പറഞ്ഞ സാധനം നമുക്ക് എടുക്കേണ്ടി വരും. അത് നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ RTOന്റെ സൈറ്റിൽ അപ്ലൈ ചെയ്ത് എടുക്കാൻ കഴിയും. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം. IDP എന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും RTOന്റെ സൈറ്റിൽ. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ക്യാബാണ്. അവിടെ നമുക്ക് ക്യാബിന് ആവശ്യമുണ്ടെങ്കിൽ 2 ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് ബോൾട്ട്, പിന്നെ ഒന്ന് ഗ്രാബ്. ഈ 2 ആപ്ലിക്കേഷനിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഒരേ സ്ഥലത്ത് പോകുമ്പോൾ എവിടെയാണ് റേറ്റ് കുറവ് നോക്കിയിട്ട് ഇതിൽ ഇഷ്ടമുള്ള ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ കഴിയും. അല്ലാതെ അവിടെയുള്ള ഓട്ടോസൊന്നും അല്ലെങ്കിൽ ടാക്സി ഒന്നും പിടിച്ച് പോകാൻ പാടില്ല. അതുപോലെ തന്നെ തായ് മണി അത്യാവശ്യം നമ്മൾ കയ്യിൽ കരുതണം. പല സ്ട്രീറ്റുകളിലും സ്ട്രീറ്റ് ഫുഡ് അവിടെയൊക്കെ തായ് മണി തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെയുള്ളത് TDAC, അതായത് മെയ് 1 ശേഷം പോകുന്ന ആൾക്കാർ ഓൺലൈനിൽ TDAC അപ്ലൈ ചെയ്തിരിക്കണം. എന്നാലാണ് നമുക്ക് അവിടെ തായ്ലാൻഡിൽ എൻട്രി ഉണ്ടാവും. അത് പോകുന്നതിന് 3 ദിവസം മുന്നേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ നോർമലായിട്ടുള്ളത് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് Agoda, Booking.com ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോട്ടലുകളൊക്കെ ബുക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റായിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ളത് 7-Eleven എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് റെഡി ഫുഡ് അവൈലബിൾ ആണ്. അവരെന്നെ അവിടുന്ന് റെഡിയാക്കി തരും നമുക്ക് ഫുഡ് ഹീറ്റ് ആയിട്ടൊക്കെ.
പിന്നെ അതല്ലാതെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ KFC, മെക്ഡൊണാൾഡ് ഇതൊക്കെ അവിടെയുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം. സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ കൂടുതൽ സ്ഥലത്തും തായ് കറൻസി വേണ്ടി വരും. അതല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തായ്ലൻഡ് ട്രിപ്പിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് പാക്കേജ് ഒന്നും എടുക്കാതെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ബഡ്ജറ്റ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ടൈഗർ ഷോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈഗർ ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ഒട്ടിച്ചെന്ന സ്റ്റിക്കർ എല്ലാവരും ഇതുപോലെ ഒട്ടിക്കുന്നത് കണ്ടു പല സ്ഥലങ്ങളിലായിട്ട്. അതിൻ്റെ കൂടുതൽ നമ്മളും നമുക്ക് കിട്ടിയ സ്റ്റിക്കർ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തന്നെ ഒട്ടിച്ചു വെച്ചു. ശരിയോ തെറ്റോ ഒന്നും അല്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ ആരും ഒന്നും പറയുന്നുമില്ല. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ പട്ടായയിലെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്പോട്ട് ഏതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ടൈഗർ പാർക്കിന് ബൈ ബൈ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്കാണ്. അപ്പൊ സ്റ്റേ ട്യൂൺ ഫോർ അവർ അപ്കമിങ് തായ്ലൻഡ് വ്ലോഗ്സ്.